എന്താ പറയുക സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. അതായത് പുതിയ ബന്ധങ്ങൾ വരുന്നു പോകുന്നു, അത് ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നും ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടിരുന്നു. അപ്പൊ ഈ സിനിമാ മേഖലയിലും ഇതുപോലുള്ള ബന്ധങ്ങൾ നല്ലപോലെ ആണോ തോന്നിയിട്ടുള്ളത്, മോശമായിട്ടാണോ തോന്നിയിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു ഞാൻ സോഷ്യൽ മീഡിയ മെൻഷൻ ചെയ്ത ബന്ധം വല്ല ലവ് റിലേഷനെ പറ്റിയായിരിക്കും. അതർവൈസ് ഞാൻ വർക്ക് ചെയ്യുന്ന മേഖലയിലുള്ള ബന്ധങ്ങളും ഇതും ഞാൻ താരതമ്യം ചെയ്യാറില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എന്താന്ന് വെച്ചാല് ഇപ്പൊ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ളത് എന്നെ മാനസികമായി അത്രത്തോളം ബാധിക്കാറില്ല. അവിടെ ഉണ്ടാവുന്ന അവഗണനയോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ബന്ധങ്ങളെ ബ്രേക്കപ്പോ എനിക്ക് അത്രത്തോളം ബാധിക്കാറില്ല. അതർവൈസ് എന്റെ പേഴ്സണൽ ലൈഫിൽ വരുന്ന ഇങ്ങനത്തെ ഫീലിങ്സിനെ കുറിച്ചായിരിക്കും ഞാൻ അത് മെൻഷൻ ചെയ്തത്. സോ അതെന്നെ ബാധിക്കാറുണ്ട്. ഈ സിനിമയുടെ എക്സ്പീരിയൻസ് എന്ന് പറയാമോ? ഈ സിനിമ ഞാൻ പറഞ്ഞ പോലെ എന്റെ ക്യാരക്ടറിന്റെ പേര് ആഫിയ എന്നാണ്. എന്നെ പോലെ തന്നെ ഒരു പാവക്കുട്ടിയാണ്. സോ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഈ മൂവി. എസ്പെഷ്യലി എനിക്ക് ഈ ഒരു ക്യാരക്ടറിന് ഓപ്പർച്യൂണിറ്റി തന്ന ഞങ്ങളുടെ ഡയറക്ടറോട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ താങ്ക്സ് പറയാണ്. അതേപോലെ ശ്രീജിത്ത് സാറൊക്കെ പാടിയ ഈ ഒരു മൂവിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് പ്രീതി, പ്രിനു, വിനീതേട്ടൻ, റിജു ചേട്ടൻ, റഹീമൊക്കെ, ഞങ്ങളെ ഞാൻ പപ്പ എന്നാണ് വിളിക്കാറ്. സോ ഷിബു ചേട്ടൻ, അതല്ലാതെ കുറെ പേര് ഇവിടെ ഇരിക്കാതെ ഒരുപാട് പേര് മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. സോ ഇത്രയും പേരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം ആണ്. ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ ഞാൻ റിവീൽ ചെയ്യുന്നില്ല. എന്താന്ന് വെച്ചാൽ ഇവിടെ പലരും മെൻഷൻ ചെയ്യുകയുണ്ടായി. എന്നിരുന്നാലും നിങ്ങൾ കണ്ടെന്നെ വിലയിരുത്തുന്നതായിരിക്കും ഒന്നുകൂടെ ഉചിതം. ഈ ഇപ്പൊ ഇറങ്ങിയ ചിത്രങ്ങളിൽ ഞാൻ പ്രേമിലും മാത്രമേ കണ്ടുള്ളൂ, മറ്റു ചിത്രങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല. വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമ തിരിച്ചു വരുന്നു എന്നുള്ളതിൽ തന്നെ വളരെയധികം ഒരു സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡിൻ്റെ അവസ്ഥയിലൊക്കെ നിന്ന് ഒത്തിരി ബുദ്ധിമുട്ടി ആൾക്കാർ പല സിനിമകളും കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ ഏകദേശം 200ഓളം മുകളിൽ ചിത്രങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അത് എത്ര എണ്ണം വിജയിച്ചു എന്നുള്ളത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. വിജയിച്ചതിനെക്കാട്ടി 10 മടങ്ങ് പരാജയ ചിത്രങ്ങളാണ്, നഷ്ടപ്പെട്ട ചിത്രങ്ങളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ടോവിനോയുടെ അന്വേഷിക്കും കണ്ടെത്തും മുതൽ 4 ചിത്രങ്ങൾ ചേർത്തുകൊണ്ട് വളരെ ഒരു വിജയത്തിലേക്ക് ആ ചിത്രങ്ങൾ പോകുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആ ഒരു വിശ്വാസത്തിലാണ്. കാരണം വെച്ചാൽ ഈ വന്ന 4 ചിത്രങ്ങളുടെ പല വ്യത്യസ്ത ചിത്രങ്ങളായിരിക്കാം, അതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ ചിത്രം. കാരണം വെച്ച് കഴിഞ്ഞാൽ യാതൊരു രീതിയിലും അതുമായിട്ട് അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റോ അങ്ങനെയുള്ള ഒരു കണ്ടന്റോ ഒന്നുമല്ല. ഇപ്പൊ നിങ്ങൾ കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ യൂത്തിന് ഇഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ ഡിഫറെന്റ് മേക്കിംഗ് ആയിട്ടുള്ള സിനിമകളോ അല്ലെങ്കിൽ ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് അഭിനയിച്ചിരിക്കുന്ന സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആ മേഖലകളിൽ ഒരിക്കലും ചിന്തിക്കാൻ അല്ലെങ്കിൽ ആ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സിനിമയല്ല. ഒരു ഫാമിലി ചിത്രമാണ്, ഒരു ഫാമിലി പടമാണ്, ഒരു ഇമോഷണൽ ഡ്രാമയാണ്. കുറച്ച് സമയം നമ്മുടെ മനസ്സിലെ എവിടേക്കോ നമുക്ക് ഒന്ന് സ്പർശിക്കുന്ന ഒരു ചിത്രമായിരിക്കും. അത് ആ ഒരു പ്രതീക്ഷയിലാണ് മാർച്ച് 1 ചിത്രം തിയേറ്ററിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രസിഡന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അനുവാദം തന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ മാർച്ച് 1 ചിത്രം തിയേറ്ററിലേക്ക് എത്തിക്കുന്നത്.